രാവിലെ തന്നെ കഴുകാനുള്ള തുണികളൊക്കെ എടുത്തിട്ടാട്ടോ ഞാൻ താഴേക്ക് വരണം. തുണികൾ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് പൊട്ടിയോണ്ട് തന്നെ ഇതേപോലെ ഏറ്റിട്ട് വേണം കേട്ടോ. തുണി വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു. പിന്നെ നമ്മളത് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയിലൊക്കെ അടിച്ച് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വേഗം സെറ്റാക്കി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ നേരെ ഞാൻ അടിച്ചോരി തുടയ്ക്കാൻ വേണ്ടി നിന്നു. ഒന്നരാടം ഇടവിട്ടിട്ടാട്ടോ ഞാൻ റൂമുകളൊക്കെ തുടയ്ക്കാറുള്ളൂ. കാരണം അവിടെ ആരും കയറില്ല, ചെളിയെ പൊടിയൊന്നും ആവില്ല, എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും. പിന്നെ ഇതേ ആദർശമായിട്ട് ഉറക്കത്തുനിന്ന് എനിക്ക് വന്നു കേട്ടോ. ചേട്ടനെ കണ്ടതോടെ ഞാൻ ചേട്ടന് ചെറിയൊരു പണി കൊടുത്തുട്ടോ. കാരണം ചിക്കൻ പൊരിക്കേണ്ട കാര്യം ഞാൻ ആദർശേട്ടനെ ഏൽപ്പിച്ചു. എനിക്ക് ഉമ്മറൊക്കെ ഒന്ന് അടിച്ചോരി തുടക്കണമായിരുന്നു. കാരണം മഴ കാരണം നമുക്ക് എപ്പോഴും വൃത്തിയാക്കാൻ പറ്റില്ല. ഫുൾ ടൈം വെള്ളം വീണിട്ട് ആകെ വൃത്തിയേടായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ ആദർശേട്ടന് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടന് ചായ കൊടുത്തു, കുറച്ച് ഞാനും കുടിച്ചു കേട്ടോ. പിന്നെ റീനമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ച് ഓയിൽ ചിക്കൻ പൊരിക്കാനുള്ളതിൽ ഒഴിച്ച് തരുമെന്ന്. കാരണം ആദർശേട്ടൻ ഒഴിക്കുമ്പോൾ കുറേ ഒഴിക്കും. ഞാൻ ആ ചങ്ങ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ സിമ്മിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ നേരെ ഇതേ ആദർശേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടിച്ചോരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉമ്മറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒന്നും മഴയൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും മഴ പെയ്തിട്ട് ആകെ അലമ്പാവും കേട്ടോ. ഈ ചവിട്ടിയിലൊക്കെ നിറച്ച് വെള്ളവും പോരാത്തിന് പൂച്ചോള് ചവിട്ടിയിട്ട് ആകെ പാടും. കൈയും കാലൊക്കെ കഴുകി പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ആദർശേട്ടൻ ഈ എക്സ്പ്രഷൻ കണ്ട് ഒന്നും വിചാരിക്കരുത്. തേങ്ങാ ചട്നിയിൽ കടുക് പൊട്ടിച്ചപ്പോൾ അത് നൈസായിട്ട് കരിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മറത്ത് വെറുതെ ഇരിക്കായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഒരു തേനീച്ച വന്നിട്ട് എൻ്റെ കാലുമ കുത്തി. അങ്ങനെ കുറേ നേരം കടച്ചിലൊക്കെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറിയർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് റേഷൻ വാങ്ങിക്കാൻ പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ കുറേ എഴുതി വാങ്ങിച്ചിട്ട് എനിക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം നല്ലൊരു തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് റേഷനറിയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചെറുപ്പം പോയി നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ആയിരുന്നു. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് പൈസ ഒക്കെ വാങ്ങിച്ചത് നമ്മൾ റേഷൻ വാങ്ങിക്കാൻ വന്നു. ചെറുപ്പം തൊട്ടേ ആദർശാണ് ഈ അച്ചാച്ചനെ പേടി. അത്ര ആൾ പെട്ടെന്ന് ചൂടാവുന്നു. പക്ഷേ എനിക്കൊന്നും വലിയ സീനായിട്ട് തോന്നുന്നില്ല കേട്ടോ. പാവം പിടിച്ചൊരു അച്ചാച്ചൻ തന്നെയാണ്. പിന്നെ നമ്മളിത് റേഷനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഡിസ്കഷനിലാണ് സംഭവം എന്ത് കറിയാണ് നമ്മൾ വെക്കുക. കാരണം പച്ചക്കറി വെച്ചാൽ ഒക്കെ കൊണ്ടുപോയിട്ട് കളയണം. ആകെ നമ്മൾ ഒരു നേരമാണ് ഫുഡ് കഴിക്കുള്ളൂ. അത് പിന്നെ ഫുൾ വേസ്റ്റ് ആവും. അത് കാരണം പച്ചക്കറി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിക്കും, അത് കുറച്ചെടുക്കും, പൊരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുക. കുറേ പേര് അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി സെറ്റ് ആവണമെങ്കിൽ കുറച്ചും കൂടി തിരക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും പണ്ടത്തെ പോലെ ആവണം കേട്ടോ. അങ്ങനെ റേഷൻ വാങ്ങിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ആമിക്ക് ഫുഡും അതുപോലെ തന്നെ അവൾക്ക് ബെൽറ്റൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പ് നോക്കി നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടു. അങ്ങനെ ചെരുപ്പ്, പൗഡർ, ഫുഡ്, ബെൽറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നമുക്ക് ഒരാളെ കൂട്ടാൻ പോകാണ്ട്. അങ്ങനെ നമ്മൾ നേരെ കുന്നമംഗലത്തേക്ക് പോയിട്ടോ. കുന്നമംഗലത്തിൽ പോയിട്ട് നമ്മുടെ KSRTC ബസ് വന്നു. നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വേറെ ആരുമല്ല, നമ്മുടെ പൊന്നൂസാണ് കേട്ടോ. നമ്മുടെ മാമൻ്റെ മോനാണ്. അപ്പോൾ അവൻ വയനാട്ടിൽ നിന്ന് നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ അവൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തി എനിക്ക് ആദർശാനും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊന്നൂസിന് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സാരിയൊക്കെ അയൺ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ കെറ്റിൽ ചൂടുവെള്ളം കുളിക്കാൻ വെച്ചു. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.